എന്നത്തെയും പോലെ ഇന്നും വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ഇടിയപ്പവും പനീർ കറിയുമായിരുന്നു. അപ്പോൾ പനീർ എളുപ്പമാണ് വെക്കാൻ കേട്ടോ. അതിൻ്റെ ചേരുവകളൊക്കെ ചേരണമെന്നേ ഉള്ളൂ, എങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് വരും. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് അകത്തൊക്കെ തൂത്തുവാരി, പുറത്തൊന്നും തൂത്തുവാരേണ്ടി വന്നില്ല. എന്ന് വെച്ചാൽ മഴയല്ലേ, മഴയത്ത് നനഞ്ഞ് കിടക്കുന്നുണ്ട്. അങ്ങനെ കരിയിലൊന്നുമില്ല, അതുകൊണ്ട് തൂക്കണ്ട, ആ ജോലി കുറഞ്ഞിട്ട്. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്, ഞങ്ങളുടെ കടയിൽ തന്നെ ഉണ്ട്, എലൈറ്റിൻ്റെ ഉണ്ട്, ഡബിൾ ഹോഴ്സിൻ്റെ ഉണ്ട്. ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എലൈറ്റിൻ്റെ പൊടിയാണ്. രണ്ടും നല്ല പൊടിയാണ്, രണ്ട് കമ്പനിയുടെ നല്ല പൊടിയാണ് കേട്ടോ. അപ്പോൾ എന്നും ഓർത്ത് വെക്കും, പച്ചരിയൊക്കെ ഉണക്കി നമ്മൾക്ക് കുറേ പൊടിച്ച് വറുത്ത് വെക്കണമെന്ന്. പക്ഷേ നടക്കത്തേന്നുമില്ല. അതുകൊണ്ട് കടയിലിരിക്കുന്നുണ്ട്, കടയിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് വരും, എളുപ്പമാകുമല്ലോ. അപ്പോൾ നല്ലപോലെ വെള്ളം തിളപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കാവൂ കേട്ടോ, എങ്കിലേ ആ ഇടിയപ്പം റെഡിയായിട്ട് വരത്തുള്ളൂ. അപ്പോൾ കുറച്ച് വീതം നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് അതിനകത്ത് പൊടി അങ്ങോട്ട് നല്ലതുപോലെ കലക്കി. പിന്നെ ഞാൻ ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലതുപോലെ പിഴിയാനും പറ്റും, നല്ല മണവുമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം നല്ലതുപോലെ കൈ ചൂടോടെ തന്നെ കുഴയ്ക്കണമല്ലോ. കുഴച്ച് വെച്ചിട്ട് നമ്മൾ ഓരോ ഉണ്ടകളായിട്ട് എടുത്തൊരു പ്ലേറ്റിനകത്തോട്ട് വെക്കും കേട്ടോ, അല്ലെങ്കിൽ എപ്പോഴും കൈ ഇടണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഓരോ ഉരുളയായിട്ട് ഇതുപോലെ തന്നെ പ്ലേറ്റിലെടുത്ത് ഇടും. അപ്പോൾ ആ കുഴച്ച മാവിൻ്റെ എല്ലാം ഉരുളകളാക്കി ഞാനൊരു പ്ലേറ്റിൽ വെച്ച് കേട്ടോ. 7-8 ഉണ്ടായിരുന്നു. അപ്പോൾ 2 തട്ടിൽ ഞാൻ ഇടിയപ്പം ചെയ്യാറുള്ളൂ കേട്ടോ. അടിയിലത്തെ തട്ടും നടുക്കത്തെ തട്ട് വെക്കത്തില്ല, പിന്നെ മുകളിലത്തെ തട്ട്, അങ്ങനെ 2 തട്ട് നിറച്ച് വെക്കും. അത് തന്നെ അധികം വരും ഇവിടെ. ഇനി ആ പാത്രം സിങ്കിനകത്തോട്ട് ഇട്ടോ, കുതിർന്നതിന് ശേഷം നമ്മൾ കഴുകി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കൈ കഴുകിയിട്ട് വന്നപ്പോഴത്തേക്ക് കൈ ചുമന്നിരിക്കുകയാണ് കേട്ടോ, നല്ലതുപോലെ. എന്ന് വെച്ചാൽ നമ്മൾ നല്ല തിളച്ച വെള്ളമല്ലേ ഒഴിക്കുന്നത്, ആ ചൂടോടെ ആ മാവ് കുഴച്ചില്ലെങ്കിൽ ആ റെഡി ആവത്തില്ല. അതുകൊണ്ട് കൈയെല്ലാം അങ്ങോട്ട് പൊള്ളിയിരിക്കും. അപ്പോൾ ചൂടോടെ തന്നെയാണല്ലോ പിഴിയേണ്ടത്. തണുത്തതിന് ശേഷമാണെങ്കിൽ പിഴിയാനും ബുദ്ധിമുട്ടാണ്, അത് മാവ് നല്ലതുപോലെ ഇറങ്ങിയും വരത്തില്ല. അതുകൊണ്ട് ചൂടോടെ തന്നെ നമ്മൾ എല്ലാ ഇടിയപ്പവും പിഴിഞ്ഞ് വെച്ച് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ വിറകൊക്കെ വെച്ച്, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മഴയത്തായതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് തീ പിടിപ്പിക്കാൻ, എങ്കിലും കുഴപ്പമില്ല. അടുപ്പിൽ ചോറും ഒക്കെ വെക്കുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുക്കറിനകത്തൊക്കെ വെക്കുമ്പോൾ ഒരു വൈകുന്നേരം 7 മണിയൊക്കെ ആകുമ്പോൾ ചോറ് ചീത്തയാകാറുണ്ട്, ആ വെള്ളം തന്നെ പിടിച്ച്. ഇപ്പം പക്ഷേ അടുപ്പിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ രാവിലെ തന്നെ, അതും രാവിലെ ആണെങ്കിലും ശരി, ആ ചോറ് ചീത്തയാകാതിരിക്കും. അപ്പോൾ ഇടിയപ്പം എല്ലാം പിഴിഞ്ഞ് നമ്മൾ അടുപ്പിലോട്ട് വെച്ച് ഇടിയപ്പം എടുത്ത് കഴിഞ്ഞ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അരിക്കുള്ള പാത്രവും കൂടെ വെച്ചിട്ട് ഞാൻ അവന്മാരെ പോയി വിളിക്കാൻ പോയിരുന്നത്. അന്നേരത്തേക്ക് നവനീത് അവൻ്റെ പഞ്ചവാദ്യം ക്ലാസ് ഉണ്ട്, 2-3 ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് അവൻ. അപ്പോൾ പിള്ളേർക്ക് നോട്ട്സ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവനത് ബുക്കിനകത്ത് എഴുതുകയാണ് കേട്ടോ. ഒത്തിരി ഉണ്ട് എഴുതാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് തേജു കഴിക്കാൻ വന്നു. നവനീതിന് ഇപ്പോഴും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ തേജു ഞാനും കൂടെ കഴിക്കുകയാണ് കേട്ടോ. തേജുവിന് നിർബന്ധമാണ്, അവൻ എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നതെന്നും തേജു. അപ്പോൾ എനിക്കും 2 ഇടിയപ്പം തന്നു, അവനും എടുത്തു. പനീർ കറി ഇപ്പോൾ എനിക്ക് നല്ലതുപോലെ വെക്കാറിയാം കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് വെക്കാറിയത്തില്ലായിരുന്നു, എന്തൊക്കെ ചേർക്കണമെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. ഇപ്പം കറക്റ്റ് എല്ലാ ഐറ്റങ്ങളും ചേർത്ത് ചെയ്തപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഇവിടെ മിക്ക ദിവസവും അതും സോയാബീനും ചെയ്യും കേട്ടോ. സോയാബീനൊന്നും എനിക്ക് ആദ്യമേ അറിയത്തേ ഇല്ലായിരുന്നു, എനിക്കിഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ നാളെ കാണുന്നത് വരെ ദേ പോയി നാളെ വരാം.